ഒരു കാര്യം, ഡോണ്ട് പുട്ട് യുവർ വേർഡ്സ് ഇൻ മൈ മൗത്ത്. നിങ്ങളുടെ വാചകം എന്റെ വായിൽ തിരികിയാൽ എനിക്ക് ഞാൻ മറുപടി പറയില്ല. പറയേ, സിമ്പിൾ ചോദ്യം മറുപടി സിമ്പിളായി മറുപടി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 20 കോടി കർണാടക ഗവൺമെന്റിനെ കൊണ്ട് കമ്മിറ്റി ചെയ്യിപ്പിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ അപ്പോ അത് നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞിട്ട് ക്ലിയർ ആയില്ല. കർണാടക ഗവൺമെന്റിനോട് 20 കോടി രൂപ അല്ല, അത് നിങ്ങളുടെ ചോദ്യം ചോദിച്ചു എന്റെ മറുപടി ഞാൻ പറയട്ടെ എന്ന്. അങ്ങനെയുണ്ടോ? ഞാൻ പറയട്ടെ എന്ന്. നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരു എന്താ പറയാ, ഒരു പവർ കൂടി നിങ്ങൾ വളരെ വികാരപരമായി സംസാരിക്കല്ലേ. ഒരു പത്രസമ്മേളനല്ലേ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ പറയണം എന്നുള്ളത് കൈരളി ചാനലും പിന്നെ മറ്റും തീരുമാനിച്ചാൽ ഞങ്ങൾ ദേശീയമായി തീരുമാനിച്ചാൽ ഞങ്ങൾ പറയോ? അതെന്ത് പത്രസമ്മേളന? നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പറയാൻ വേണ്ടിയാണോ ഞാൻ പഠിക്കുന്നത്? അല്ലല്ലോ. അല്ല, ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞേ. അത് ചോദ്യത്തിനുള്ള മറുപടിയാ പറഞ്ഞത്. ചോദ്യത്തിനുള്ള മറുപടിയാണ് കൃത്യതയും വ്യക്തമായി പറയുന്നത്. നിങ്ങൾ അതിൽ അരിശം പൂണ്ട് സംസാരിക്കണ്ട. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ വളരെ നല്ല രീതിയിൽ പറയാ. 20 കോടി രൂപ കർണാടക ഗവൺമെന്റിനോട് ഈ പദ്ധതിയിലേക്ക് വാങ്ങിത്തരാനുള്ള നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് 2 പേർ. അത് പറയട്ടെ മോനെ, ഒന്ന് രാഹുൽ ഗാന്ധിയും 2 പ്രിയങ്ക ഗാന്ധിയുമാണ്. അവർ വയനാടിന്റെ ഈ പ്രശ്നത്തിൽ മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നവരാണ്. അതാണ് ഞാൻ നേരത്തെ റിമൈൻഡ് ചെയ്തത്. ഒരാൾ ആനകുത്തി മരിച്ചപ്പോൾ വരെ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ചരിത്രത്തിലാദ്യമായി കർണാടക ഗവൺമെന്റിനെ കൊണ്ട് പൈസ ഒപ്പിച്ചു. എന്നിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കി. എന്നിട്ട് അവർ കയ്യിൽ നിന്ന് പണം കൊടുത്തു.